നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് വമ്പൻ റിക്രൂട്ട്മെന്റുകൾ, അത് പ്രമുഖമായിട്ടുള്ള രണ്ട് മൾട്ടിനാഷണൽ കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സിന് പ്രത്യേകിച്ച് 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നു ഇപ്പോഴത്തെ ഫൈനൽ ഇയർകാർക്കൊക്കെ ലഭ്യമായിരിക്കുന്ന കിടിലൻ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒരു കമ്പനി ഡെലോയിറ്റ് ആണ്. ഡെലോയിറ്റ് എന്നുള്ളത് ഒരുപക്ഷെ നാം അറിയുന്നത് പോലെ ലോകത്തെ ടോപ്പ് 4 അക്കൗണ്ടിങ് ഫേംസ് ഉണ്ട്. ഒന്ന് EY ആണ്, KPMG ഉണ്ട്, PwC പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഡെലോയിറ്റ് ആണ്. എന്ന് മാത്രമല്ല, പ്രൊഫഷണൽ സർവീസസിൽ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും റവന്യൂവിൽ ഏറ്റവും അധികം ഉള്ളതുമായ കമ്പനികളിലൊന്നാണ് ഡെലോയിറ്റ് എന്നുള്ളത്. ഇത് ഏതാണ്ട് 180ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1845 UK ആസ്ഥാനമായി പ്രവർത്തിച്ച ഒരു കമ്പനിയാണ്. പിന്നീട് അമേരിക്കയിലൊക്കെ വളർന്ന് ഇന്ന് ലോകത്തെമ്പാടും പ്രവർത്തനമുള്ള കമ്പനിയാണ്. അവരുടെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ ഹൈദരാബാദ് ബേസ്ഡ് ആണ്. അപ്പം ഡെലോയിറ്റ് ഇന്ത്യയാണ് ഈ ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ്. അത് എഞ്ചിനീയേഴ്സിനും നോൺ എഞ്ചിനീയേഴ്സിനും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കും, ആ ഡെലോയിറ്റിന്റെ ഓൾറെഡി ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ മാസം നടന്നിരുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഉൾപ്പെടെ ഒട്ടനവധി കുട്ടികൾക്ക് അതിലൂടെ ജോലിയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അവർ വീണ്ടും ഒരു റിക്രൂട്ട്മെന്റ് കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, മറ്റൊരു ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലും മറ്റൊരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഡെലോയിറ്റിലെ അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം, പിന്നീട് റിലയൻസിലെ അവസരങ്ങൾ സൂചിപ്പിക്കാം. ഓർക്കുക, ഈ 2024 ബാച്ചിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റിലൂടെ ഉടൻ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഡെലോയിറ്റിൽ തന്നെ 2 റിക്രൂട്ട്മെന്റ് ഉണ്ട്. ആദ്യം എഞ്ചിനീയറിംഗുകാരുടെ അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന അവരുടെ HR ടീമിൽ നിന്ന് അറിയിച്ചിട്ടുള്ള അവസരങ്ങളാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡെലോയിറ്റ് എഞ്ചിനീയറിംഗ് ഹയറിംഗ്, ഇത് BE BTech, ME MTech, MCA ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് വന്നാലും മനസ്സിലാക്കാം. അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ നൽകിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കാൻഡിഡേറ്റ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ജനറൽ എക്സ്പെക്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. എന്താണ് ജോലിയുടെ ഒരു നേച്ചർ, ഡെലിവർ ഓൺ സ്പെസിഫിക് കേപ്പബിലിറ്റി ഇൻ ടെക്നോളജി കൺസൾട്ടിങ്, അങ്ങനെ ടെക്നോളജി കൺസൾട്ടിങ്ങുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. സപ്പോർട്ട് ടെക്നിക്കൽ ഫങ്ഷണൽ പ്രോസസ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് എഫക്റ്റീവ് ലൈബ്രറി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം. നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ, ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് 2024 ബാച്ചിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയർ 2024 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. 60% മാർക്സ് നിങ്ങളുടെ റിസൾട്ട് വന്നതുവരെ, അല്ലെങ്കിൽ CGP ആണ് 6.5 ആൻഡ് എബവ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ബ്രാഞ്ചുകാർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാവുക? BE BTech, നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെയാണ് BTech എന്നാണ്, കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലൊക്കെ BE എന്നാണ് അറിയപ്പെടുന്നത്. ഇവര് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അലൈഡ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ IT, അതുപോലെ ഓൾ സർക്യൂട്ട് ബ്രാഞ്ചസിനും ഇത് ലഭ്യമാവും. ഈ അലൈഡ് കമ്പ്യൂട്ടർ ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസും IT മാത്രമല്ല, റോബോട്ടിക്സ് അല്ലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ കുറെ ബ്രാഞ്ചുകളിൽ ഇപ്പോൾ BTech ലഭ്യമാണ്. എന്ന് മാത്രമല്ല, മറ്റ് സർക്യൂട്ട് ബ്രാഞ്ചിൽ BTech കഴിയുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ME MTech ആണെങ്കിൽ, അല്ലെങ്കിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസിൽ അലൈഡ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചസ് IT അത് കഴിയുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി MCAക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒരു കാര്യം, MCA ഇപ്പൊ 2024 ബാച്ചിന് അപ്ലൈ ചെയ്യുക. ഒരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഓൾറെഡി ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് എനി കൺസൾട്ടിംഗ് പ്രൊഫൈൽ അറ്റ് ഡെലോയിറ്റ് US India ഓഫീസസ് ഇൻ ദ ലാസ്റ്റ് 6 months. ഓൾറെഡി ഒരു ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റ് നടന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തവരെ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന്റെ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ അറ്റൻഡ് ചെയ്തവരെ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്കുള്ള ഒരു നല്ല അവസരമാണ്. അപ്പോൾ അതിന്റെ ജനറൽ എക്സ്പെക്ടേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 1 year പ്രൊബേഷൻ ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ പ്രോസസ്സ് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ സൂചിപ്പിക്കാം. ഓർക്കുക, ഇതിന്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന്
നിങ്ങളെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്കില്ലിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്, നിങ്ങളുടെ റെസ്യൂമിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും. ഓർക്കുക, നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്ന ഉത്തരങ്ങൾ എഴുതാൻ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത ചില കുട്ടികൾ ഓൾറെഡി പ്ലേസ്ഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞവർക്ക് അവർ റിജക്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ക്രൈറ്റീരിയ എന്താണെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ശ്രദ്ധാപൂർവം വേണം ഇതിന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകില്ല എന്നുള്ള കാര്യം അറിയുക. അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടായിരിക്കും. ഓർക്കുക, ഇതൊരു പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. കഴിഞ്ഞ വർഷം വരെ മിക്കവാറും എല്ലാ വർഷങ്ങളും ഞങ്ങൾ ഈ ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം മുതൽ ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ ഉള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഒരു ഓൺലൈൻ അസസ്മെന്റ് നടക്കും പാൻ ഇന്ത്യ ബേസിസിൽ. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ ഇന്റർവ്യൂസിലൂടെ ആയിരിക്കും ഫൈനലായിട്ട് സെലക്ഷൻ വരിക. ഫൈനൽ റിസൾട്ട് അറിയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ട് പഠനശേഷം ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. എന്നിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇമെയിലിൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു റോബോട്ട് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഡെലോയിറ്റിലെ തന്നെ നോൺ എഞ്ചിനീയറിംഗുകാരുടെ ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാനായിട്ട് സാധിക്കും. അവരുടെ സൈറ്റിൽ തന്നെയുണ്ട്. എഞ്ചിനീയറിംഗ് ഹയറിംഗ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഹയറിംഗ് ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ഹയറിംഗിൽ ഇവരെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് BSc കമ്പ്യൂട്ടർ സയൻസിനെ അതേപോലെ BCA-കാരെയുമാണ്. BCom BBA-കാരുടെയൊക്കെ ഹയറിംഗ് നടക്കാറുണ്ട്. ഒരു ഹയറിംഗ് ഓൾറെഡി അവരുടെ നടന്നിരുന്നു. ഈ ഒരുപക്ഷെ ഭാവിയിൽ വീണ്ടും അങ്ങനെയുള്ളവരെ ഹയർ ചെയ്തേക്കാം. ഞങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ അങ്ങനെയുള്ളവർ ഡെലോയിറ്റ് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെയും ജോബ് ഒരു റോള് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് അനലിസ്റ്റ് എന്നുള്ളതാണ്. ജോബ് ഡിസ്ക്രിപ്ഷന് ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ബിടെക്കുകാരുടേക്കാൾ പ്രൊഫൈല് അല്പം വ്യത്യാസമായിരിക്കും. അതൊക്കെ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാം. ജനറൽ എക്സ്പെക്ടേഷന് ഞാൻ മുമ്പ് സൂചിച്ച പോലെ ബിടെക്കുകാരെ പോലെ തന്നെ 1 ഇയർ പ്രൊബേഷൻ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എലിജിബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. 2024 പാസ് ഔട്ട് ആകുന്നവർക്കായിരിക്കും എലിജിബിൾ ആവുക. അതേപോലെ 60% മാർക്സ് ത്രൂ ഔട്ട് റിസൾട്ട് വന്നതുവരെ, അതായത് ആവറേജ് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് 60%. ഇനി CGP ആണെങ്കിൽ 6.5 എബോവോ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, BSc കമ്പ്യൂട്ടർ സയൻസ് IT-കാർക്ക് അല്ലെങ്കിൽ എനി കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇപ്പോൾ ഈ ട്രിപ്പിൾ സ്പെഷ്യലൈസേഷൻ ഒക്കെയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കമ്പ്യൂട്ടർ സയൻസും IT-യും ഉള്ള സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. BCA-കാരും എലിജിബിൾ ആയിരിക്കും. ഓർക്കുക, ഇവരുടെ ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് എനി കൺസൾട്ടിംഗ് പ്രൊഫൈൽ അറ്റ് ഡെലോയിറ്റ് ഇൻ ദ ലാസ്റ്റ് 6 months. കഴിഞ്ഞ 6 മാസത്തിനകം അറ്റൻഡ് ചെയ്തവരെ, ഞാൻ മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തവരെ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും റിക്രൂട്ട്മെന്റ് പ്രോസസ് സിമിലർ ആയിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അവരൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓൺലൈൻ അസസ്മെന്റിന്റെയും ഓൺലൈൻ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിൽ ഫൈനൽ റിസൾട്ടിൽ പ്രഖ്യാപിക്കും. അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാവുക. ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത് സിമിലർ ആയിട്ടാണ്. ഇവിടെ വന്നിട്ട് രജിസ്റ്റർ നൗ എന്ന ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസോ IT-യോ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് മുമ്പ് ഇവരെ ചോദിച്ചതുപോലെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡെലോയിറ്റിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഈ ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകിച്ച് BE BTech ME MTech MCA-കാർക്കും അതേപോലെ BCA BSc-കാർക്കും ഒക്കെ ഉള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് January 29 എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. റിലയൻസ് എന്ന് പറയുമ്പോൾ നാം അറിയുന്നത് പോലെ അംബാനിയുടെ കമ്പനി, ധീരുഭായ് അംബാനി സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അന്ന് കാണാത്തവര് അല്ലെങ്കിൽ ഈ ഒരു അവസരം ഇതുവരെയും മനസ്സിലാക്കാത്തവര് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഓർക്കുക, 9 lakh പെർ ആനം വരെ ശമ്പളമുള്ള മികച്ച അവസരമാണ്. ഇതിന്റെ പേര് GET എന്നുള്ളതാണ്. GET എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്നുള്ള തസ്തികയിലേക്കാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത് റിലയൻസ്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് പരിശോധിക്കാം. ബിടെക്കുകാർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അത് 2024 പാസ് ഔട്ട് ആകുമ്പോൾ ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കായിരിക്കും. അതിൽ തന്നെ കെമിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ ബ്രാഞ്ച് കഴിയുന്നവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഓർക്കുക, ഇതിന് 60% മാർക്ക് റിസൾട്ട് വന്നവരെ, അല്ലെങ്കിൽ അപ് ടു 7 സെമസ്റ്റർ എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 6 CGPA നേടിയിരിക്കണം. 10th-ലും 12th-ലും അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്കുമൊക്കെ 60% മാർക്ക് അവിടെയും നേടിയിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓറൽ ആൻഡ് റിട്ടേൺ കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ ശമ്പളം കാര്യങ്ങളും എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് എന്നൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. IIT ഗ്രാജുവേറ്റ്സിന് 9 lakh പെർ ആനം ആണ് സ്റ്റാർട്ടിംഗ് സാലറി. 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ 9.5 lakh സാലറിയിലേക്ക് എത്തും. IIT ഗ്രാജുവേറ്റ്സിന് 7.5 lakh ആണ് സ്റ്റാർട്ടിംഗ് സാലറി. 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 lakh പെർ ആനം ആവും. അതുകൂടാതെ ആനുവൽ ക്യാഷ് ബോണസ് എന്ന നിലയിൽ ഏകദേശം 88,000 rupees പെർ ആനം ലഭ്യമാവും. എന്ന് മാത്രമല്ല മറ്റ് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 year കംപ്ലീറ്റ് ചെയ്താൽ 1 time ബോണസ് എന്ന നിലയിൽ ഒരു 3 lakh ലഭ്യമാകും എന്നുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണ്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 2 റിക്രൂട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് അവരുടെ HR ടീമിൽ നിന്ന് അറിയിച്ചിട്ടുള്ള 2 റിക്രൂട്ട്മെന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഈ 2 റിക്രൂട്ട്മെന്റുകളും ഒക്കെ സൗജന്യമായിരിക്കും. ആർക്കും പണം ഒന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കാൻ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ടെസ്റ്റിനും ഇന്റർവ്യൂവിനും ഇവർ ക്ഷണിക്കുക എന്നുള്ള കാര്യം കൂടി അറിയുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ ജോബ് സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയൊക്കെ ജോലി തേടുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.